ഇരവിപുരത്ത് ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. മാതൃസഹോദരിയുടെ മകളും ഭർത്താവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. വാക്കുതർക്കത്തിനിടെയായിരുന്നു മർദ്ദനം. വിവരങ്ങളുമായി ഷമീർ അബ്ദുൽ ചേരുന്നു. ഷമീർ, അവർ കുഞ്ഞിനെയും എടുത്ത് നിൽക്കുമ്പോഴാണല്ലോ ഇവർ മർദ്ദിച്ചു തുടങ്ങുന്നത്. വലിയ തോതിലാണ് ആ സ്ത്രീയെ എല്ലാവരും ചേർന്ന് മർദ്ദിക്കുന്നത്. എന്താണ് ഉണ്ടായത്? അവരുടെ പരാതിയിൽ പറയുന്നത് എന്താണ്? പോലീസ് എന്ത് പറയുന്നു? സനീഷ്, ഏറെ നാളുകളായി ഈ കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വാക്ക് തർക്കമാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളിയിലേക്ക് മാറിയതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ഈ പരിക്കേറ്റ സോനു ഇരവിപുരം പോലീസിന് പരാതി നൽകി. പോലീസ് ഈ സംഭവത്തിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് ഈ സംഭവം, ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന സംഭവം നടന്നത്. ഈ വീട്ടിനകത്തുണ്ടായിരുന്ന ഈ CCTV-യിൽ ബന്ധുക്കളുടെ അക്രമ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് ഈ ദൃശ്യങ്ങൾ ബന്ധുക്കളിൽ, അതായത് ആ വീട്ടിലേക്ക് കടന്നു വന്ന ഒരാൾ മറച്ചു പിടിക്കുന്നതും നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഈ വീടിനകത്തെ സോഫയിൽ ഇരിക്കുകയായിരുന്ന സോനുവിനെ മുൻവൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാതൃ സഹോദരിയുടെ മകളും ഭർത്താവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. സംഭവത്തെ തുടർന്ന് യുവതി ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. ഈ കുഞ്ഞുമായി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു മർദ്ദനം ഈ യുവതിക്ക് നേരെ ഉണ്ടാകുന്നത്. പിന്നീട് ഈ കുഞ്ഞിനെ ആ മർദ്ദന സ്ഥലത്ത് നിന്നും അവർ മാറ്റുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്തായാലും ഒരു മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും ചേർന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ മർദ്ദനം ചെറുക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. സനീഷ്, നന്ദി ഷമീർ. വിവരങ്ങൾക്ക്. അവിടെ വീട്ടിനകത്ത് കയറിയാണ് പെൺകുട്ടിയെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിക്കുന്നത്. അവർ കുഞ്ഞിനെ എടുത്ത് നിൽക്കുമ്പോൾ തന്നെയായിരുന്നു മർദ്ദനം ഉണ്ടായത്. കുഞ്ഞ് താഴെ ഇരിക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ഏതായാലും കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്.